വ്യത്യാസമുള്ളത്. എനിക്കിപ്പോൾ ഹബീബിനോട് സ്നേഹമാണ് ഉള്ളത്, ഇവിടെയുള്ള എല്ലാവരോടും എനിക്ക് സ്നേഹമാണുള്ളത്. പക്ഷെ ഇഷ്ടമല്ല. ഇഷ്ടം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്പെഷ്യലാണ്, സംതിങ് സ്പെഷ്യലാണ്. ഈ രണ്ടും വ്യത്യാസമാണ്. നമുക്ക് അൺകണ്ടീഷണലായിട്ട് ആളുകളെ സ്നേഹിക്കാൻ പറ്റും. തിരിച്ചൊന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഓക്കെ, ഹെൽത്തി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ ഇഷ്ടം എന്ന് പറയുമ്പോൾ സ്നേഹത്തേക്കാൾ കൂടുതൽ നമ്മൾ എന്താ പറയുക ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ അതായിരിക്കും, അല്ലെങ്കിൽ ഒരു കൂടുതലായിട്ട് നമ്മൾ ടൈമും എനർജിയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ തിരിച്ച് കിട്ടുക തന്നെ വേണം. അപ്പോൾ സ്നേഹവും ഇഷ്ടവും രണ്ടും വ്യത്യാസമാണ്. നമ്മളെ ഇതുവരെ അറിയാത്ത ഒരാളെ പോലും നമുക്ക് പെട്ടെന്ന് സ്നേഹിക്കാൻ പറ്റും. ഇപ്പോൾ അബ്ദുൽ കലാമിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? സ്നേഹമല്ലേ, നമുക്ക് സ്നേഹമാണ്. കാരണം നമുക്ക് ബഹുമാനവും സ്നേഹമൊക്കെയാണ്. അങ്ങനെ ഒരുപാട് വ്യക്തിയെ നമുക്ക് സ്നേഹമാണ് ഉള്ളത്. പക്ഷേ ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ച് കിട്ടണം എന്നുള്ള ആ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പം നിങ്ങളെ ഒരാൾ നല്ല രീതിക്ക് വേദനിപ്പിച്ചു എന്ന് കരുതുക, ഓക്കെ, ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കാൻ പറ്റും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ കഴിയില്ല എന്നേ ഉള്ളൂ. അങ്ങനെ മനുഷ്യരെ നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയാൽ എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാൻ പറ്റും. ഒരു ഹ്യൂമൺ എന്നുള്ള രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യാനും സ്നേഹിക്കാനും പറ്റും. അപ്പോൾ സ്നേഹിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? നമ്മളുടെ ഉള്ളിൽ അവരോടുള്ള ദേഷ്യവും പകയൊക്കെ കുറയും. അപ്പോൾ നമ്മൾ ഓക്കെ ആയി, ക്ലിയർ. അവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും, ഇഷ്ടപ്പെടാനാണ് കഴിയാത്തതുള്ളൂ. അപ്പോൾ ഇത് രണ്ടും വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അളന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്നേഹമാണോ ഇഷ്ടമാണോ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. തിരിച്ചു കിട്ടും എന്നുള്ള ഉറപ്പ് ഉണ്ടായിരിക്കണം.